ദൈവത്തോടുകൂടെ അല്പസമയം സർവദാ പ്രവർത്തിക്കുന്ന ദൈവം ആധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 42-ാം ദിവസം ഫെബ്രുവരി 11. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബദിനെ ലംഘിച്ചതുകൊണ്ടും മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചുകൊണ്ടിരുന്നു. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വന്നുമിരിക്കുന്നു. ഒരിക്കലും സ്വസ്ഥതയെടുക്കാതെ മനുഷ്യവർഗത്തിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനായിട്ടത്രേ യേശു ദൈവത്തെ മനസ്സിലാക്കിയിരുന്നു. ശബത്ത് ദിവസം പോലും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമല്ല. എന്നാൽ ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനത്രേ. ഈ പരമാർത്ഥം യേശുവിന് വളരെ നിശ്ചയമുള്ളതും ശക്തിയായി താൻ മറ്റുള്ളവരെ മനസ്സിലാക്കിയിരുന്നതുമാണ്. ദൈവം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം അന്വേഷിക്കുന്നതിന് തൽക്കാലം സമയമില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം നമ്മിലും നമ്മിൽ കൂടെയും മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നാം വിചാരിച്ചുകൂടാ. നമ്മെ കൂടാതെയും നമ്മൾ നിന്ന് ഉപരിയായ രീതിയിലും മൗനമായും ശാന്തമായും ദൈവം തൻ്റെ ശ്രേഷ്ഠ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കണം എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ സഹകരണം ദൈവത്തിന് വളരെ ആവശ്യവുമാണ്. എന്നാൽ അതുകൂടാതെയും ദൈവത്തിന് പ്രവർത്തന മുഖാന്തരങ്ങൾ ഉണ്ടെന്നുള്ളത്
നാം ഓർക്കേണ്ടതാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അവിശ്വാസമുള്ള സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല. ശരിയായ ഒരു ലോകവ്യവസ്ഥിതി സാധ്യമാക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സർവ്വതാ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. രാജ്യം നമുക്ക് നൽകുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. യേശുവിൻ്റെ വിശ്വാസം പൂർണ്ണമായിരുന്നാൽ അവനിൽ കൂടെ ദൈവം തൻ്റെ രാജ്യം വെളിപ്പെടുത്തുകയും പ്രവർത്തന പദ്ധതി നിർവഹിക്കുകയും ചെയ്തു. യേശുവിൽ കണ്ട അതേ വിശ്വാസം നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവരാജ്യ പ്രവർത്തനം വേഗത്തിൽ സാധ്യമാകും. ദൈവത്തോടുള്ള സംസർഗം മൂലം ഈ വിശ്വാസം സാധ്യമായി തീരുന്നതാണെന്നുള്ളത് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടെയും ഉപദേശത്തിൽ കൂടെയും നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നു. കടുമണിയോളം വിശ്വാസം നമുക്കുണ്ടാകുന്ന പക്ഷം അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കാൻ നമുക്ക് കഴിയും. ദിവസം പ്രതി ദൈവത്തോടുള്ള സംസർഗം ചെയ്യുന്നതിൽ നാം എത്രമാത്രം താല്പര്യം ഉള്ളവരാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും കുടുംബ ആരാധന നടത്തുന്നവരാണോ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. യേശുവിനുണ്ടായിരുന്ന അതേ വിശ്വാസം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കടന്നു ചെല്ലേണ്ട സമയമാണ്. സ്വസ്ഥതയെടുക്കാതെ മനുഷ്യവർഗത്തിനു വേണ്ടി സർവവും സദാ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവമേ, അവിടുത്തെ സ്നേഹപ്രവർത്തനങ്ങൾ താലാണല്ലോ ഞങ്ങൾ ഇന്നും സുഖത്തോടെ പാലിക്കപ്പെടുന്നത്. ഈ ലോകത്തെ അവിടുത്തെ ഇഷ്ടപ്രകാരം നയിക്കുന്ന ഒന്നാക്കി തീർക്കുന്നതിൽ അങ്ങയോടുകൂടെ സഹകരിച്ച് സർവ്വതാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സും ആഗ്രഹവും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.